നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. സർക്കാർ അവഗണനയിൽ നടുവൊടിഞ്ഞ് റേഷൻ വ്യാപാരികൾ. സംസ്ഥാനമൊട്ടുക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പൊതുവിതരണ കേന്ദ്രങ്ങൾ അടച്ചിട്ട് സമരം. സുഗമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം തകർന്ന് തരിപ്പണമായതായി വ്യാപാരികൾ. ശനിയും ഞായറും റേഷൻ കടകൾ തുറക്കില്ല. ഫലത്തിൽ സംസ്ഥാനത്ത് 4 ദിനം റേഷൻ ബന്ദ്. തലപ്പള്ളി താലൂക്കിൽ മുഴുവൻ റേഷൻ കടകളും അടഞ്ഞുകിടക്കുമെന്ന് സംയുക്ത സമരസമിതി. ശനിയാഴ്ച വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വാനോളം പ്രശംസിച്ച് വീണ്ടും ഇടതു മുന്നണി മേയർ MK വർഗീസ്. സംസ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വമ്പൻ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് തനിക്ക് ഉറപ്പെന്ന് മേയർ. മുമ്പുള്ള MP-മാർ ചെയ്തത് പഞ്ചായത്തും കോർപ്പറേഷനും ചെയ്യേണ്ട പ്രവർത്തികൾ. മേയറോട് എന്നും ആദരവും സ്നേഹവുമെന്ന് സുരേഷ് ഗോപി. മേയർക്കെതിരെ നിലകൊള്ളുന്നവരെ ജനം കൈകാര്യം ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ MK വർഗീസ് തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹം. മാടക്കത്തറ പഞ്ചായത്തിലെ കട്ടിലപ്പൂവത്ത് ആഫ്രിക്കൻ പന്നിപ്പനി. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിലെ 310 പന്നികളെ കള്ളിങ്ങിന് വിധേയമാക്കി. വിദഗ്ധ RRT സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കള്ളിങ്. രോഗബാധിത ഫാമിന് ചുറ്റുമുള്ള 10 കിലോമീറ്റർ ദൂരം രോഗനിരീക്ഷണ മേഖല. തെക്കുംകര വടക്കാഞ്ചേരി നഗരസഭ നിരീക്ഷണ മേഖലയിൽ മറ്റു മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ വൈറസ് ബാധ പകരാനുള്ള സാധ്യത കുറവെന്ന് അധികൃതർ. മലയാള സാഹിത്യത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ ജനപ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന് നാടിന്റെ സ്നേഹപ്പൂക്കൾ. ബേപ്പൂർ സുൽത്താന്റെ സ്മരണകളിൽ സാഹിത്യ മികവാർന്ന പരിപാടികൾ. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക അസംബ്ലി. ബഷീർ കൃതികളുടെ ദൃശ്യാവിഷ്കാരം നടന്നു. വാഹനാപകടത്തെ തുടർന്ന് നടുറോഡിൽ ബോധരഹിതനായി കിടന്നിരുന്ന വ്യക്തിയെ യഥാസമയം ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷാ കരുതലൊരുക്കി സ്വകാര്യ ബസ് ജീവനക്കാർ. തിരുവില്ലാമല തൃശൂർ റൂട്ടിലോടുന്ന ലോഗോൺ ബസ് ജീവനക്കാർക്ക് ആദരമൊരുക്കി മോട്ടോർ വാഹന വകുപ്പ്. ജിതിൻ, സന്തോഷ് എന്നിവരെ ആദരിച്ചത് വടക്കാഞ്ചേരി സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ. മനക്കൊടി ഗീവർഗീസ് സഹദായുടെ തീർത്ഥകേന്ദ്രത്തിൽ മോഷണം. ജനൽ ചില്ലുകളും രൂപക്കൂടിന്റെ വശവും തകർത്തു. മാതാവിന്റെ കഴുത്തിലെ കൊന്തമാല കവർന്നു. അരിമ്പൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ കീഴിലാണ് കപ്പേള. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വൃക്കരോഗികൾക്ക് കരുതലിന്റെ സ്നേഹക്കരമൊരുക്കി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. കുറുമാലിൽ സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ലീഡർ K കരുണാകരന്റെ ജന്മദിനത്തിൽ മുൻ മുഖ്യമന്ത്രിക്ക് പ്രണാമ പൂക്കളർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. നാടെങ്ങും വേറിട്ട പരിപാടികളോടെ അനുസ്മരണം. ലീഡർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടകൻ. തെക്കുംകര കരിമത്രയിൽ അനുസ്മരണ ചടങ്ങിൽ നിരവധി പേർ.
കുട്ടൻ മച്ചാട് ഛായാചിത്രത്തിനു മുന്നിൽ ഭദ്രദീപം തെളിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷ ഓഗസ്റ്റ് 11-ന് 2 ഷിഫ്റ്റായി പരീക്ഷ നടത്തുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ. ജൂൺ 23-ന് നിശ്ചയിച്ചിരുന്ന പരീക്ഷയാണ് ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ മാറ്റിയത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ED അറസ്റ്റ് ചെയ്ത ഹൈറിച്ച് MD പ്രതാപൻ ജയിലിൽ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് അറസ്റ്റും റിമാൻഡും. വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കരയുടെ പരാതിയിലാണ് നടപടി. വടക്കാഞ്ചേരിക്ക് ഇനി സിനിമാ കാലം. സ്പന്ദനം ചലച്ചിത്രോത്സവത്തിന് ഓട്ടുപാറ താളം തിയേറ്ററിൽ തിരശീല ഉയർന്നു. വിവിധ ഭാഷകളിലായി 25 മികച്ച സിനിമകൾ വെള്ളിത്തിരയിലെത്തും. ഫെസ്റ്റിവൽ ഡയറക്ടറി പുറത്തിറക്കി. സംവിധായകൻ മാധവ് രാംദാസ് പ്രകാശനം ചെയ്തു. ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് കടച്ചക്ക പറിക്കുന്നതിനിടെ തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. തൃക്കൂർ വെള്ളാനിക്കോടാണ് സംഭവം. 65-കാരി സെലീനയാണ് മരണമടഞ്ഞത്. വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് മധ്യവയസ്കന് ഗുരുതര പരിക്ക്. ജുമാ മസ്ജിദ് പരിസരത്തായിരുന്നു അപകടം.